ഇപ്പോ മല്ലികാർജുൻ ഖർഗെ സമർപ്പിച്ചിരിക്കുന്ന ബ്ലാക്ക് പേപ്പറിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇന്നലെ കർണാടക സർക്കാർ ജന്തർ മന്ദറിൽ നടത്തിയ പ്രതിഷേധത്തിലും കേരള സർക്കാരിനെ ആ അർത്ഥത്തിൽ മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും കേരളത്തിലെ കോൺഗ്രസിന് BJP കേരളത്തിനോട് പ്രതികാര മനോഭാവം കാട്ടുന്നുവെന്ന് മനസ്സിലാകാതെ പോകുന്നതാണോ? അതല്ല പ്രതിപക്ഷം പറയുന്നത് പോലെ ഇതിൽ പകുതി കേന്ദ്രത്തിൻ്റെ വീഴ്ചയാണെങ്കിൽ പകുതി സംസ്ഥാന സർക്കാരിൻ്റെ ഭരണപരമായ വീഴ്ചയാണ്, അത് ചൂണ്ടിക്കാട്ടാതെ ഞങ്ങൾ കേരളത്തിൽ കേന്ദ്രത്തിനെതിരായ സമരത്തിൽ പോയിരുന്നാൽ അത് ജനങ്ങളെ കബളിപ്പിക്കുന്നതാവില്ലേ എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം. കോൺഗ്രസ് നേതാക്കന്മാർ VD സതീശനാവട്ടെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാവട്ടെ, ഏത് നേതാവ് എടുത്തോളൂ, ആരുടെയെങ്കിലും സോഷ്യൽ മീഡിയ പേജിൽ കർണാടക സമരത്തിൻ്റെ ചിത്രമുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് ഒരു സംസ്ഥാനം ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് പ്രതിഷേധിക്കുമ്പോൾ അതെന്തേ ഈ കേരളത്തിലൊന്ന് ചൂണ്ടിക്കാണിക്കാൻ അവർ മടിക്കണത്? ഞാൻ വീണ്ടും പറയണത്, കേരള സർക്കാരിനെതിരായ സമരമൊന്നും നിർത്തി വെക്കണ്ട, സമരം ചെയ്തോളൂ. പക്ഷേ കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരത്തിൽ കേരളം ഒറ്റക്കെട്ട് നിൽക്കണ്ടേ? അപ്പോൾ ഇത് ഇവരുടെ വീക്ഷണത്തിൻ്റെ പ്രശ്നമാണ്, അറിവില്ലായ്മയുടെ പ്രശ്നമൊന്നുമല്ല. അവരൊരു രാഷ്ട്രീയ ധാരണ ഉണ്ടായിരിക്കുന്നത് കേരള സർക്കാരിന് ഇങ്ങനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് പ്രവർത്തനങ്ങൾ മന്ദീഭവിപ്പിക്കുകയാണെങ്കിൽ ജനകീയ അസംതൃപ്തി ഉണ്ടാവും, അത് തങ്ങൾക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്നുള്ളതാണ്. ആ രാഷ്ട്രീയമാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ശ്രമിക്കുന്നത് ജനങ്ങളോട് ഈ കാര്യം തുറന്നു പറയാനാണ്. ആ രാഷ്ട്രീയ പോരാട്ടമാണ് UDFും LDFും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കോടതിയിൽ കേരള സർക്കാർ പോയിട്ടും അവിടെ കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇനി നിയമപരമായി കേരളത്തിന് കൊടുക്കാൻ ബാക്കി നിൽക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം 3200 കോടി രൂപയാണ് എന്നാണ്. ഇന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു കേരളത്തിന് യൂണിയനിൽ നിന്ന് വിവിധ ഇനങ്ങളിൽ ലഭിക്കേണ്ട തുകകൾ വൈകിക്കുന്നത് മൂലമുണ്ടാകുന്ന കുറവ് ഏകദേശം 7490 കോടി രൂപയാണ്. അപ്പോൾ പല കണക്കുകൾ പറയുന്നു. നിയമസഭയിൽ കേരള സർക്കാരിനെ പ്രതിപക്ഷം പൊളിച്ചടുക്കി എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത്. 57,000, ആദ്യം 62,000 പറഞ്ഞു, പിന്നീട് 57,000 കോടിയിലേക്ക് എത്തി. അതിനുശേഷം നിയമസഭയിലേക്ക് എത്തുമ്പോൾ അത് 3200 കോടി രൂപയാണ് എന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. ഇന്ന് മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞിരിക്കുന്നത് 7400 കോടി രൂപ എന്ന നിലയിലാണ്. അപ്പോൾ 57,000 കോടിയുടേത് ഒരു ആഗ്രഹ ചിന്ത മാത്രമായിരുന്നു എന്ന രീതിയിലാണ് പ്രതിപക്ഷം അതിനെ വിമർശിക്കുന്നത്. തോമസ് ഐസക്. 57,000 കോടി എന്ന് പറയുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് കേന്ദ്ര ധനസഹായത്തിൽ വന്ന കുറവാണ്. സെൻട്രൽ ട്രാൻസ്ഫേഴ്സിൽ അത് കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം വെട്ടിക്കുറച്ചതെന്നല്ല, യാഥാർത്ഥ്യമാണെന്ന് ഫിനാൻസ് കമ്മീഷൻ. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് തോമസ് ഐസക്. ഈ 57,000 കോടി കാര്യം നമ്മൾ വളരെ സത്യസന്ധമായി അതിനെ സമീപിക്കുകയാണെങ്കിൽ 57,000 കോടി രൂപ ഒരു പ്രതിപക്ഷ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന് വേണ്ടി വെട്ടിക്കുറച്ചതായിട്ട് താങ്കളും കണക്കാക്കുന്നില്ല. അത് സംഭവിച്ചിരിക്കുന്നത്, കേരളത്തിന് സംഭവിച്ചിരിക്കുന്ന നഷ്ടം 57,000 കോടിയാണ്, അല്ലാതെ കേരളത്തിന് വേണ്ടി വെട്ടിക്കുറച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതെ, ആ വെട്ടിക്കുറച്ചത് എന്താ? വെട്ടിക്കുറച്ചത് ഇങ്ങനെ കുറയുന്ന വർഷമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വർഷം കേരളത്തിന്റെ വായ്പ പതിയാക്കി. നിങ്ങൾ കണക്ക് നോക്കുന്നു, 43,000 കോടി രൂപ കേരളത്തിന് വായ്പ അനുവദിച്ച സ്ഥാനത്ത് 2022-23 അത് വെറും 23,000 കോടി രൂപയായി. ആ വെട്ടിക്കുറക്കുന്നതിന് പറഞ്ഞ ന്യായം എന്താ? കേരളം ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് കിഫ്ബി വഴിയെടുത്തു, പെൻഷൻ ഫണ്ട് വഴിയെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് അവരുടെ കമ്മിയിലോ അല്ലെങ്കിൽ അവരുടെ വായ്പയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഒരു തവണയെങ്കിലും? ഇനി പോട്ടെ, സംസ്ഥാനത്തിനുള്ള നിയമം അവർ ഏകപക്ഷീയമായിട്ട് എന്തടിസ്ഥാനത്തിലാണെന്ന് മുൻകാല പ്രാബല്യത്തിൽ നടപ്പാക്കുന്നത്? ഇനി കിഫ്ബി എടുത്താൽ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. എന്നാൽ കിഫ്ബി ഈ 2016 മുതലെടുത്ത വായ്പ, പെൻഷൻ ഫണ്ട് തുടങ്ങിയ മുതലെടുത്ത വായ്പ, അത് വെട്ടിക്കുറക്കുന്നതിന് എന്ത് ന്യായമെന്ന്? അല്ല തോമസ് ഐസക്, അത് കേരളത്തിന് ഒരു രാഷ്ട്രീയ നീക്കമല്ലല്ലോ. ഇത് കേരളം മാത്രമല്ല, മറ്റേത് സംസ്ഥാനം ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എടുത്താലും നിലവിൽ ഇതേ നിയമമാണ് അവിടെ ബാധകമാവുക. രണ്ട് കാര്യം. ഒന്ന്, ഇതുവരെ അങ്ങനെയല്ലായിരുന്നു.
2, മറ്റ് സംസ്ഥാനങ്ങൾ ഇങ്ങനെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എടുത്തിട്ടില്ലെന്ന് മറ്റ് സംസ്ഥാനങ്ങൾ നില പറയണോ? കേന്ദ്ര നിയന്ത്രണമൊന്നും ഇല്ലാതിരുന്നിട്ടും 3% താഴെയാണ് ശരാശരി വായ്പ. കോവിഡിന് മുമ്പ് മുതൽ ഇങ്ങനത്തുള്ള അവസ്ഥ ഏതാണ്? ഇനി 2, കോവിഡ് കാലത്ത് 5% വായ്പ എടുക്കാൻ അനുവദിച്ചു. 4% സംസ്ഥാന ശരാശരി. ഈ 4% എടുത്തിട്ടെ 1.5 ലക്ഷം കോടി രൂപ ചെലവാക്കാതെ ട്രഷറി സൂക്ഷിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ സെക്യൂരിറ്റി ബില്ലുകളിൽ നിക്ഷേപിക്കേണ്ടി വന്നു. എന്താ കാര്യം എന്നറിയാമോ? വായ്പ എടുക്കുന്ന പണം അത് റവന്യൂ ചെലവിന് ഈ കോവിഡ് കാലത്താണെങ്കിലും ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നൽകാൻ പാടില്ല എന്നുള്ള സിദ്ധാന്തം ഉണ്ടല്ലോ, തലക്ക് പിടിച്ചിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കേരളത്തിന് മാത്രം ബാധകമാവുന്നെന്ന് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കില്ല. തത്വത്തിൽ പറയാം എല്ലാവർക്കും വേണമെന്ന്. കേരളം അവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വികസന പാത സ്വീകരിച്ചിരിക്കുന്നു. നമ്മൾ എന്നും അങ്ങനെയായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ബാക്കിയുള്ള ഒരു വിദ്യാഭ്യാസം ആരോഗ്യം വേണ്ടെന്ന് വെച്ചപ്പോൾ നമ്മളതിൽ മുതൽമുടക്കി. ശരി, ഇന്ന് അതുമൂലം നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വളരെ പിന്നോക്കമാണ്. അതുകൊണ്ട് അവർക്കതില്ല, അപ്പൊ നമുക്കേ ബാധകമാകൂ. അതെ, ഇഡിയും ഫണ്ട് വെട്ടിച്ചുരുക്കലും ഗവർണറുമാണ് സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കേന്ദ്രം ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്നാണ് ഇന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. ഇതിൽ ഇഡിയുടെ ആയുധം ഇപ്പോൾ താങ്കൾക്കെതിരെയും വന്നിട്ടുണ്ട്. 5ാമത്തെ തവണയാണെന്ന് തോന്നുന്നു താങ്കൾക്കെതിരെ ഇഡി സമൻസ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നാളെ താങ്കളെതിരെ കോടതിയിൽ നേരിടാൻ പോവുകയാണ്. 13-ാം തീയതി ഇഡിയുടെ ചോദ്യമുനയിലേക്ക് താങ്കൾ നടന്നു കയറുമോ, അതല്ല രാഷ്ട്രീയമായി നേരിടാനാണോ തീരുമാനം? രാഷ്ട്രീയമായിട്ട് നേരിടാൻ തന്നെയാണ്. ശരിയാ, 2 വർഷം ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കോടതിയിൽ ഒരു പ്രാവശ്യം പറയാൻ കഴിഞ്ഞിട്ട് ഇടിക്ക് എന്താണ് വയലേഷൻ, എന്താണ് ഇല്ലീഗാലിറ്റി? അത്രക്ക് കേമം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ ഇടവിന് കോടതി പറയട്ടെന്ന് ഇന്ന വയലേഷനാണെന്ന്. അതില്ലാതെ വെറുതെ നടക്കുന്ന മനുഷ്യന്മാരെയൊക്കെ നോട്ടീസ് കൊടുത്തിട്ട് വാ അത് ചോദിക്കാണ്ട് ഇത് ചോദിക്കാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരന് ചില അവകാശങ്ങളുണ്ട്, അന്ന് അടിയറ വെക്കാൻ തയ്യാറില്ല, അതിനൊക്കെ ചലഞ്ച് ചെയ്യും. ആ ചലഞ്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇഡിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഹാജരായിരിക്കുന്നത്. കോടതിയിൽ സംരക്ഷണത്തിന് പോകുന്നു. ഏതായാലും കോടതി കഴിഞ്ഞ പ്രാവശ്യം സമ്മതിച്ചല്ലോ, സംരക്ഷണം തന്നല്ലോ, തന്ന സമൻസ് പിൻവലിക്കേണ്ടി വന്നല്ലോ. ഇത്തവണ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. കോടതിയുടെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ കോടതി വിധിച്ചാലല്ലാതെ താങ്കൾ ഇഡിക്ക് മുന്നിൽ പോവില്ല? പോകുന്ന പ്രശ്നമില്ലെന്ന്. കാരണം ഇത് BJPയുടെ രാഷ്ട്രീയ ഉപകരണമാണ്. ഇന്ത്യയിൽ മുഴുവൻ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാൻ അദ്ദേഹം കാലുമാറുകയാണെങ്കിൽ അതോടെ അന്വേഷണം അവസാനിച്ചു. ഭരിക്കുന്ന പാർട്ടിക്കെതിരായിട്ട് എവിടെയെങ്കിലും ഇന്ത്യ രാജ്യത്ത് ഒരു നേതാവിനെതിരെ ഒരു അന്വേഷണം വീഡിയോ നടത്തുന്നുണ്ടോ? ശരി, വളരെ പ്രസക്തമാണ് നിരീക്ഷണങ്ങൾ. താങ്ക് യു ഡോക്ടർ ടി എം തോമസ് ഐസക്.